ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വെബ് ബ്രൗസറുകളുടെ തുടക്ക സമയത്ത് വെബ് ബ്രൗസറുകളുടെ ഒരേ ഒരു ധർമ്മം വെബ്സൈറ്റുകൾ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യുക എന്നത് തന്നെയാണ്. പക്ഷേ ഇന്ന് കാലം ഒരുപാട് കഴിഞ്ഞു, ഒരുപാട് ടെക്നോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതുകൊണ്ടാണ് നാം ഒരു വെബ് ബ്രൗസറിൽ നിന്നുകൊണ്ട് വെബ്സൈറ്റുകൾ കാണുമ്പോൾ വളരെ പുതുമയുള്ളതും വളരെ ഈസി ആയിട്ടും വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള രീതിയിലും വളരെ സേഫായിട്ടുള്ള രീതിയിലും നമുക്ക് വെബ്സൈറ്റുകൾ കാണാൻ സാധിക്കുന്നതെല്ലാം നമ്മുടെ വെബ് ബ്രൗസറുകളുടെ ഫീച്ചേഴ്സൊക്കെ നല്ല ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ടാണ്. ഇന്ന് നാം പരിചയപ്പെടുന്നത് മോസില്ല ഫയർഫോക്സ് വെബ് ബ്രൗസർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് നിലവിലുള്ള ഫയർഫോക്സ് വെബ് ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നാം ഓപ്പൺ ചെയ്തതിനു ശേഷം നാം ഉപയോഗിക്കുന്ന ഫയർഫോക്സ് വെബ് ബ്രൗസറിൻ്റെ വേർഷൻ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫയർഫോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഹെൽപ്പ് ക്ലിക്ക് ചെയ്യുക. എബൌട്ട് ഫയർഫോക്സ് നാം ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അവിടെ നമ്മൾ ഫയർഫോക്സിൻ്റെ വേർഷൻ എത്രയാണെന്ന് ഇവിടെ 67.0 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വേർഷൻ നമുക്ക് കാണിക്കാൻ സാധിക്കും. അപ്പോൾ നാം നമ്മുടെ ഫയർഫോക്സ് വെബ് ബ്രൗസർ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി ആപ്ലിക്കേഷൻ, സിസ്റ്റം ടൂൾസ്, അഡ്മിനിസ്ട്രേഷൻ, സിനാപ്റ്റിക് പാക്കേജ് മാനേജർ, ഇതാണ് അതിൻ്റെ റൂട്ട്. ആപ്ലിക്കേഷൻ, സിസ്റ്റം ടൂൾസ്, അഡ്മിനിസ്ട്രേഷൻ, സിനാപ്റ്റിക് പാക്കേജ് മാനേജർ. അപ്പോൾ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ എന്ന് പറയുന്നത് നമ്മൾ ആൻഡ്രോയിഡ് മൊബൈലിലൊക്കെ നമ്മൾ പ്ലേ സ്റ്റോർ എന്നൊരു കൺസെപ്റ്റ് എന്നതുപോലെയാണ്. ഉബുണ്ടുവിൽ ആപ്ലിക്കേഷനുകൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സിനാപ്റ്റിക് പാക്കേജ് മാനേജർ. ഇവിടെ നമ്മളടുത്ത് പാസ്വേഡ് ചോദിക്കും, നമ്മൾ പാസ്വേഡ് കൊടുക്കണം. ഞാനിവിടെ പാസ്വേഡ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് സിനാപ്റ്റിക് പാക്കേജ് മാനേജറിൽ ആദ്യം വന്നു കഴിഞ്ഞാൽ നാം ചെയ്യേണ്ടത് ഇവിടെ ഇടതുവശത്ത് ഒരു റീലോഡ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റീലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡൗൺലോഡിംഗ് പാക്കേജ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചില ഇൻഫർമേഷൻ ഇവിടെ കാണിക്കും. അതായത് നമുക്ക് അപ്ഡേഷൻ ഇനി ആവശ്യമുള്ള അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിലവിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട് അപ്ഡേറ്റഡ് വേർഷനുകളൊക്കെ നമുക്കിപ്പോൾ ഈ റീലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. നിലവിൽ നമുക്ക് ലേറ്റസ്റ്റ് വേർഷനായിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ലേറ്റസ്റ്റ് വെർഷനുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഉദാഹരണത്തിന് എനിക്ക് ഫയർഫോക്സിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ഇതിനകത്ത് ഇപ്പോൾ കാണാൻ സാധിക്കും. ഇവിടെ സെർച്ച് കൊടുക്കുക. അവിടെ ഞാൻ ഫയർഫോക്സ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നു, സെർച്ച് കൊടുക്കുന്നു. അപ്പോൾ സെർച്ച് കൊടുത്തിട്ട് ഈ ലിസ്റ്റിൽ താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഫയർഫോക്സ് എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുറേ പേരുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ഫയർഫോക്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഇടതുഭാഗത്തായിട്ട് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് നമ്മൾ കാണിക്കും. ഇതെന്ന് പറയുന്നത് ആപ്ലിക്കേഷനെ സൂചിപ്പിക്കുന്ന ഇതാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇനി അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നോക്കുമ്പോൾ നിലവിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാളായി കിടക്കുന്നത് 67.0 എന്ന് പറയുന്ന വെർഷനാണ് കിടക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ റീലോഡ് ചെയ്തപ്പോൾ നിലവിൽ ഇപ്പോൾ 85ൻ്റെ വെർഷൻ അവൈലബിൾ ആണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നിന്നതിന് ശേഷം ഇത് സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കിടന്ന മെനുവിൽ നിന്ന് മാർക്ക് ഫോർ അപ്ഗ്രേഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾ മാർക്ക് ഫോർ അപ്ഗ്രേഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ആ എക്സ്ക്ലമേഷൻ മാറി ഒരു ഗ്രീൻ സിമ്പൽ ഇവിടെ വന്നു. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്തു എന്നതിൻ്റെ സൂചനയാണ് ഇത്. ഇത് ചെയ്തതിന് ശേഷം നാം അടുത്ത് ചെയ്യേണ്ടത് നാം അപ്ഗ്രേഡ് അല്ലെങ്കിൽ നമ്മൾ അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി ചെയ്യുന്നത് ഇതിൽ നിന്നുകൊണ്ട് തന്നെ അപ്ലൈ എന്ന് കൊടുക്കുക. അപ്ലൈ എന്ന് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഡൗൺലോഡിംഗ് പാക്കേജ് ഫയൽസ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ ഫയർഫോക്സ് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെച്ചപ്പെട്ട നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകും. നമുക്ക് അപ്ഡേഷൻ ആയോ എന്ന് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലായത് നേരത്തെ ഫയർഫോക്സിൻ്റെ അവിടെ ഇൻസ്റ്റാൾഡ് വെർഷൻ്റെ ഇവിടെ 67 ആയിരുന്നു. ഇപ്പോൾ നമ്മൾ അപ്ഡേഷൻ വരുത്തിയതിനു ശേഷം അത് 85 ആയി മാറിയിട്ടുണ്ട്. ഇത്രയും കംപ്ലീറ്റ് ആയതിനു ശേഷം നാം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ക്ലോസ് ചെയ്തതിനു ശേഷം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീസ്റ്റാർട്ട് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഫയർഫോക്സ് അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്തു. റീസ്റ്റാർട്ട് ചെയ്തതിനു ശേഷമുള്ള സ്ക്രീനാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. നമുക്ക് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ഇതിൽ നിന്നുകൊണ്ട് ഫയർഫോക്സ് ഒന്നുകൂടെ നമുക്ക് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇത് അപ്ഗ്രേഡ് ആയോ എന്ന് നമുക്ക് ഹെൽപ്പിൽ അബൌട്ട് ഫയർഫോക്സ് ക്ലിക്ക് ചെയ്ത് വേർഷൻ ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ഫയർഫോക്സിൻ്റെ ഹെൽപ്പ് വേർഷൻ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നത് നേരത്തെ ഇവിടെ 67
എന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടത്, പഴയ വെർഷൻ കണ്ടത്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത 85.0 ആണ്. അപ്പോൾ നമുക്കിത് മനസ്സിലായി, പുതിയ വേർഷൻ അപ്ഡേറ്റ് ആയതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ ബ്രൗസറുകളുടെ കറണ്ട് വെർഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യുക. ബ്രൗസറുകൾ ഓൾഡർ വെർഷൻ ആണെങ്കിൽ നിങ്ങൾ സിനാപ്റ്റിക് പാക്കേജ് മാനേജർ വഴി നിങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് ബ്രൗസർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. എല്ലാവർക്കും ഈ ട്യൂട്ടോറിയൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്നായി മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും മറ്റൊരു ട്യൂട്ടോറിയൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.